അമ്മ പേద പോലെ ഉണ്ട് ഇപ്പൊ. ചലഞ്ച് പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തിട്ട് നിങ്ങളിനി ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടോടേക്ക് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രശ്നവും ഉണ്ടായിട്ടാ അതൊന്നും വേർക്കലിപ്പോ ഇവിടെയും വേർപ്പുണ്ട്. അതിലെന്താ അടിയോ അടിയോ അറമേലൊക്കെ ഇച്ചിരി പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാന്നുള്ള അയാളേക്ക് അല്ല ആദ്യം ഭാര്യയുടെ കാര്യം നോക്കി ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു എന്താ പറയുക ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വീഡിയോ എന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, കാരണം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പണിയാണെന്ന് കണ്ടിട്ടോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, കാരണം എന്ത് വീഡിയോ ആണ് ഏത് വീഡിയോ ആണെന്ന് ഒന്നും എനിക്കറിയില്ല. കാരണം എന്താ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പൊ ഇന്നാണ് ദിവസം എന്താ പണി, ഇനി എന്താ പണിന്ന് അറിയണ്ടുള്ളൂ. ഞാനപ്പോ അതിന് മുന്നേ ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ട എന്തായാലും ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കണ്ടെ നോക്കട്ടെ, നീ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പറ്റണ കാണിച്ചാൽ ഞാൻ ചെയ്യാ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലാന്നും കൂടി എന്നോട് ശരിയല്ലേ, നമുക്ക് പറ്റണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം, ഒരു ട്രൈ എങ്കിലും ചെയ്തു നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് ഇത് ഇന്നിൽ നിന്ന് വന്നൊരു ഐഡിയ ആണോ ചോദിച്ചാൽ അല്ല, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയേ അല്ല, സിനിമയിൽ എനിക്കൊന്നും തോന്നുന്നില്ല. ഇല്ല, സിനിമയിൽ എന്താ കണ്ടിക്കറിയില്ല. അപ്പൊ ഒരു മറ്റേ ജയ 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 ആ സിനിമല്ലേ, അതിലെന്താ അടിയോ അടിയൊന്നല്ലോ. ഞാൻ വിചാരിച്ചു പൊരിഞ്ഞ അടി കഴിഞ്ഞ് ഇവിടെ നടക്കാൻ പോകുന്നത് വീഡിയോ വെച്ചിട്ട് എന്താ പിന്നെ അടിയല്ല, ഇന്നെ കാണുമ്പോ എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യണ നിങ്ങക്ക്? പൊട്ടില്ല, അതായത് മുഖത്താണ് ഉദ്ദേശിക്കുന്നത്. മുഖത്ത് മൊത്തത്തിൽ എന്തൊരു കുറവ്, അല്ലെ മുഖത്ത് കുറവേ ഉള്ളൂന്ന് പറയരുത്. മുഖത്ത് ഇതിപ്പോ ഇതാണോ സംഭവം, ഇതാണോ നമ്മുടെ ഗെയിം? അല്ല, അതല്ല ഗെയിം, അത് പറയാതെ മുഖത്ത് എന്തൊരു കുറവ്. പൊട്ടിന്റെ കുറവുണ്ട്, പിന്നെ കൺമഷിയില്ല, കണ്ണെഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പൗഡർ ഇടാറില്ല, പക്ഷെ വേറെ ഒന്നും അങ്ങനെ മുഖത്തൊന്നും ചെയ്തിട്ടില്ല. മൊത്തം ഞാൻ സിമ്പിൾ ആയിട്ട് ഇരിക്കുകയാണ്. ഇന്നൊന്ന് ഹെവി ലുക്ക് ആക്കണം. അടിപൊളി. മേക്കപ്പ് ചെയ്യാനോ? മേക്കപ്പ് ചെയ്യാന്ന് അല്ല, ഇത് ജയ ജയ ഹേട്ട് എന്താ ബന്ധം? അതിലൊരു സീനുണ്ട്, ഞാൻ പറഞ്ഞ കണ്ണ് എഴുതി തരാൻ വേണ്ടിട്ട് എടുത്തു കൊടുക്കുമ്പോ അവൻ വിയർത്തിട്ട് അവന് എഴുതാൻ പറ്റാണ്ട്. ആ സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല? വേർക്കലിപ്പോ ഇവിടെയും വേർപ്പുണ്ട്, നല്ല ചൂടാണ്. ഫാനിട്ടിട്ടടക്കം ഇവിടെ വേദാണ്ട വേർത്തോടെ ഇരിക്കുകയാണ്. അതൊക്കെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഇപ്പൊ ഞാൻ എന്തൊക്കെ ഇടണമെന്നുള്ളത് അത്ര ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നോർമലായിട്ട് നമുക്ക് മുഖത്ത് എന്തൊക്കെ ഇടണമെന്ന് അറിയില്ലെങ്കിലും പൊട്ട്, കണ്ണടം പറഞ്ഞ പോലെ പൊട്ട്, അതേപോലെ കണ്ണ് എഴുത്ത്, അത് എനിക്ക് കാണുമ്പോൾ തന്നെ അതില്ലാത്തത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് രണ്ടുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ ഏത് തരത്തിലാണ് കണ്ണ് എഴുതുമ്പോ ശ്രദ്ധിക്കണം, എന്റെ കണ്ണട ഒരു വൈരാഗ്യം കാണിക്കാൻ കണ്ണിന് കൊണ്ടരുത്. ഒരു കാര്യം അറിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ, കാരണം ഇത് നിന്റെ ആഗ്രഹമാണോ അതോ വീഡിയോക്ക് വേണ്ടി ചെയ്യാനോ? ആഗ്രഹം എന്നല്ല, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന നിങ്ങൾക്ക് അറിയോ, നമ്മളിപ്പോ എവിടെയും പോകുമ്പോ നമ്മളിങ്ങനെ എഴുതണു, ഓണല്ലേ, നമ്മളിത് എഴുതണം. അപ്പൊ ഇതിന്റെ പിന്നില് ഞങ്ങളെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിട്ടാണോ എഴുതണമെന്ന് നിങ്ങൾ അറിയണല്ലോ. നമ്മൾ എവിടേക്കൊക്കെ പോകുമ്പോ കഴിഞ്ഞില്ല എന്റെ എന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ ഞാൻ അവിടെ എന്റെ ഐലൈനർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊട്ടും ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. എന്തൊക്കെ എവിടെയൊക്കെ പൊട്ട് പൊട്ട് ആയിട്ട് അങ്ങോട്ടേ ബട്ടൺ ഇടാൻ അറിയാമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണല്ലോ. പൊട്ട് വെറുതെ ഒരു പൊട്ടെടുത്ത് തൊടല്ലേ? പൊട്ട് ഞാൻ ഐലൈനറിനോടാണ് ഇപ്പൊ തൊടാറ്. ഇങ്ങനെ വീഡിയോ കൊടുക്കുമ്പോ സിമ്പിൾ ആയിട്ടൊക്കെ എവിടെയും പോകുമ്പോ ഞാൻ ജസ്റ്റ് ഐലൈനർ കൊണ്ട് ഒരു കുത്തു തൊടാറാണ് പതിവ്. അപ്പൊ ആ ജസ്റ്റ് ഒരു കുത്ത് ആദ്യം, അതിൽ നിങ്ങൾ ഇതാ പണി നിക്ക് സത്യമായിട്ട് അറിയില്ല. ഞാൻ ഇത് മനസ്സിൽ പോലെ എന്താ പറയാ, മാനത്ത് പോലും പ്രതീക്ഷിക്കാത്ത സംഭവം പോയി. എന്തോന്ന് പറയില്ലോ, ആ സംഭവം പോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത സംഭവം. കണ്ടോടേക്ക് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടാ അതൊന്നും കണ്ണിന്റെ കണ്ണാണ് അത്രയും. ഈ സാധനം ആക്കി കണ്ണ് ഇതാവോ, കണ്ണ് നീറുവോ? പിന്നെ കണ്ണ് നീർണതല്ലത്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇത് പിടിക്കുക, നീ ആ സാധനങ്ങൾ തരണം, എന്തൊക്കെ ഏതൊക്കെയെന്നറിയില്ല. സാധനങ്ങൾ നീ തെരഞ്ഞിട്ട് എടുക്കുക. ആ ബോട്ടിലിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതന്നെയാണോന്ന് കൺഫേം ആക്കിയിട്ട് എടുത്ത് സാധനത്തിലാണ് നമ്മുടെ കളി. ഒരാൾക്ക് തന്നെ ആദ്യം കൊടുക്കാൻ ഇങ്ങനെ നോക്കട്ടെ, എന്നിട്ടല്ല അടുത്ത ആൾക്ക്. അയ്യോ പേടിക്കണ്ട, നമ്മുടെ കണ്ണിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇല്ല, പിരികത്തിൽ എഴുതില്ല. പിരികത്തിൽ എഴുതണത് ഉണ്ട്, അത് ഇതല്ലാന്ന് മാത്രം. ഞാനിട്ട് കുറച്ച് മാറി, ഇത് ആയുധം വെച്ചുള്ള കളിയാണ്.
മറ്റേ ക്യാമറ അല്ല അത് അടുത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ ഞാൻ മറ്റേ ക്യാമറ പിടിക്കണില്ല. അപ്പൊ ഞാൻ കണ്ണിന് പറ്റി ഇങ്ങനെ നമുക്ക് പിടിക്കേണ്ടി വരും. അത് തട്ടണ്ട, ഫോണ് വീഴും. ഫോണിന്റെ സ്റ്റാൻഡ് ഇളകി കിടക്കാണ്. പൊട്ടുന്ന് തുടങ്ങാം. അല്ല ആദ്യം പൊട്ട് വേണ്ട, പിന്നെ നിങ്ങൾക്ക് പൊട്ട് പരക്കും. കാണുണ്ടാവുമായിരിക്കില്ലേ പൊട്ട് പരക്കുവോ കണ്ണ്. കണ്ണടച്ച് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ കണ്ണാണ്. അപ്പൊ എന്റെ പിരികം ശരിക്കും ഇവിടെ തട്ടും. അപ്പൊ കുറച്ചു നേരം എനിക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചിരുന്നിട്ട് അത് ഉണങ്ങിയാലാണ് ജസ്റ്റ് ഇങ്ങനെ തുറക്കാനെങ്കിലും പറ്റുള്ളൂ. നമ്മൾ ഈ പിരികത്തിൽ ആക്കിയാലേ അതല്ലേ സംഭവം. പിരികം ഇവിടെയാ പിരിക ഇത് കൂടെ ഈ പീലി കൂടെ ഇങ്ങനെ പീലി കൂടെ ഇടുന്നത് ഇതല്ല. ഈ ഇപ്പൊ ആഗ്രഹം തന്നെ ഉണ്ട് വേർക്കാൻ തുടങ്ങിട്ടോ. അതിപ്പോ ചൂടിന്റെയാണ്. പിന്നെ അധികം വരക്കണം. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട് കണ്ണേറ്റ് അത് അറിയോ. എനിക്കറിയില്ല, ആഗ്രഹമൊക്കെ ഞാൻ അപ്പൊ തന്നെ മനസ്സിലായി. എനിക്കറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഇപ്പൊ പറഞ്ഞിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ട് പിന്നെ ഇത്ര പേര് കാണാനില്ലേ, കുറച്ച് വ്യൂസ് ആണെങ്കിൽ അവർ കാണാനില്ലേ. ഒരു ചലഞ്ച് പോലെ ആയിരിക്കാം. ചലഞ്ച് പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തിട്ട് നിങ്ങളിനി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കല്ലും അതെടുത്ത് തൂക്കാൻ എന്നോട് പറയത് എനിക്ക് പറ്റില്ല. പക്ഷെ അല്ലാണ്ട് ഇതേപോലത്തെ ഉള്ള നിങ്ങളും ചലഞ്ച് ചെയ്യേ. നാളെ മേലൊക്കെ ഇച്ചിരി പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാന്നുള്ള അയാളേക്ക്. അല്ല ആദ്യം ഭാര്യയുടെ കാര്യം നോക്ക്. കണ്ണടച്ചിട്ടോ. കണ്ണ് ഞാൻ തുറക്കില്ല. ദൂരെ വെക്കട്ടെ. ഞാൻ പിടിക്കാം. ഞാനത് തട്ടരുത് കേട്ടോ. കൈ തട്ടരുത്. അല്ല കണ്ട ആദ്യം മേലെ എഴുതുന്നു. താഴ്ത്താവോ നോക്കട്ടെ ആദ്യം. നിങ്ങൾക്ക് ഇതില് ലേറ്റ് കത്തണ്ട നോക്കിയേ. ലൈറ്റ് ഒക്കെ കത്തുണ്ട്. കൊല്ലത് കണ്ണിന്റെ ഉള്ളിലേക്ക് ആവണ്ട കേട്ടോ. സംഭവം കണി പോവാൻ ചാൻസ് ഉണ്ട്. വീഡിയോയില് കാണാൻ കൂടി നോക്കട്ടാ. ഞാനിട്ടോ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നിന്റെ ഇത് കണ്ടോണ്ടിരിക്കുക. കാണാട്ടാ വീഡിയോയില് കാണാൻ കൂടി നോക്കട്ടാ. നമ്മളെ കണ്ട് ഇത് എഴുതണൊന്നും കാണാനില്ല. സൗണ്ട് കേൾക്കണ്ടല്ലോ. നീ ലാസ്റ്റ് രൂപം കാണിച്ചു കൊടുത്താൽ മതി. ശരിയായിട്ടില്ല കേട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണി പാടി. നമ്മളെന്ത് പറ്റില്ലെന്ന് പറയില്ല. താഴത്ത് ചെയ്തെനിക്ക് കണ്ണുറക്കണം. ആദ്യം നിങ്ങള് എന്നാ മേലെ രണ്ടും എഴുതിക്കോ. എന്നിട്ട് അത് ഉണങ്ങിയിട്ട് ഞാൻ കണ്ണുറക്ക. അങ്ങനെ ചെയ്യാലോ. പരന്നു തുടക്കാൻ പറ്റുമോ? എടുക്കട്ടെ. നീ ചിരിച്ചിട്ട് അനക്കിട്ടാണ്. പിന്നെ നീറുണ്ടോ? നീർന്നൊന്നുമില്ല. കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന തോന്നുന്നു. അനക്കിപ്പോ ആവശ്യമില്ലാത്തൊരു പണി ഇന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടാണ് എന്റെ കണ്ണു കളഞ്ഞു. നല്ലത് കണ്ണ് നീറും. കണ്ണ് നീറണത് അച്ഛ വേറെ നീറാത്ത് വാങ്ങിട്ട് വന്നിട്ട് ഇട്ട് തരാം. ചെറുക്കേണ്ട നേരത്തെ അതുപോലെ കിട്ടും. എന്നിട്ട് തിരി അയ്യോ ഒരു വീട് തേക്കാൻ അത്ര പണിയില്ല. നിങ്ങള് എന്താ ചട്ടുകത്തോണ്ട് ഡിസൈൻ വരക്കണല്ലേ? അതെന്നെ പറഞ്ഞു അതിന് ഇത്ര പണിയില്ലാന്ന്. ഇത് പിന്നെ നിനക്ക് ശീലായതാണേ. അല്ല കണ്ണേട്ടൻ ധ്യാനോന് പോലും കണ്ണെഴുതി കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം ശരിക്കും ഈ സാധനം എഴുതാൻ പാടില്ല, അതറിയോ? കുട്ടികൾക്ക് ഈ സാധനം എഴുതാൻ പാടില്ല. അതൊക്കെ ശരി തന്നെയാണ്. കൺമഷി അല്ല നിങ്ങൾ എവിടെയാ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? താഴത്ത് മേലെ വരച്ചു കഴിഞ്ഞു. മേലെ ചെറുതായിട്ടായിട്ടുണ്ട്. അതുപോലെ മേലെ വരച്ചു കഴിഞ്ഞോ? ഞാൻ ഒന്നല്ല ചോദിക്കുന്നത്. മേലെ ഒന്നുകൂടി വരയ്ക്കട്ടെ. എനിക്ക് എന്നിട്ട് മേലെ അവർക്ക് കാണിച്ചു കൊടുക്കണേ. കാണണ്ടേ വീഡിയോയില്. ക്ലിയർ ആക്കട്ടെ. ഞാൻ എന്താ അറിയാ കണ്ണിന്റെ ഉള്ളിൽ കാണ്ടാച്ചിട്ടേ കുറച്ച് വരഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? കറക്റ്റായിട്ട് തോന്നണില്ല. കഴിഞ്ഞാ നോക്കട്ടെ. തുറക്കല്ല ആദ്യം ഇവർക്ക് എന്നെ കാണണ്ട. അതിന് കാണില്ല കുഞ്ഞു നേരെ കാണില്ല. ഞാൻ ക്യാമറ അടുത്ത് കണ്ട ചെറുതായിട്ട് കാണുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ വരച്ച് വെച്ചിട്ടുള്ളത്. ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഏതാ ലെവലിന്ന്. ഞാൻ കണ്ണടച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇത് കറക്റ്റ് ആയിണ്ടോന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞത്. ഒന്ന് ഉണങ്ങട്ടെ. ഒന്ന് ഊത് കണ്ണേട്ടാ. എന്തിനാ ഊതണ? ഫാൻ ഇട്ട് വെച്ചാ പോലെ. ഫാനായാലും മതി. എന്താ എന്താ ഫാൻ്റെ അവിടെ നിൽക്കുന്ന എങ്ങനെയുണ്ട്? കാണില്ലേ? ഇതെന്തെന്ന് താഴെ മുട്ടിച്ചിട്ടില്ല. കണ്ണ് നീറോന്ന് വെച്ചിട്ടാണ് അത് വരയ്ക്കാൻ. പിന്നെ ഞാൻ വരയ്ക്കുമ്പോ അപ്പൊ നീറോന്ന് അനുസരിച്ചിട്ടാണ് ഞാൻ വരയ്ക്കാറ്. എങ്ങനെയുണ്ട് എന്റെ കലാവിരുത്? എന്റെ കണ്ണീന്നൊക്കെ വെള്ളം വന്നു. കണ്ണൊക്കെ അമർത്തിയിട്ട്
കണ്ണിന് കാണാൻ വന്നു. കാണുണ്ടോ? കാണുന്നുണ്ട്, പക്ഷെ താഴത്തിന്റെ ഫില്ലാവാത്ത പോലെ തോന്നി. എവിടെ ഇവിടെ മുട്ടിക്കാണ്ട് ഇവിടെയൊക്കെ എന്താ ആദ്യം വായിച്ചതല്ലേ, ഇറക്കിയൊന്നും ചെയ്തിട്ടില്ല. ഇതിന് ഇത്തിരി ദൂരെയാണ് ചെയ്തേക്കണ്. എന്തായാലും ഞാൻ എഴുതണ പോലെ ഒന്നും ആയിട്ടില്ല. അല്ല എന്നാലും ഒപ്പിക്ക. ഇതിനൊരു ഫുള്ള് കാണിച്ചു മാർക്കുണ്ട്. പിന്നെ അടിയത്തെ വെള്ളം കൊടുത്തിട്ടെ എനിക്ക് പണി തരും പറഞ്ഞിട്ട് പണി കിട്ടിയത് പൊന്നൂനാണ് കേട്ടോ. ക്യാമറ ഇത്തിരി ചെരിഞ്ഞിരിക്കണമെന്നും വിചാരിക്കരുത്, സ്റ്റാൻഡില് പ്രശ്നമുണ്ട്. എത്ര നോക്കിയിട്ടാണ് മതിയൊന്നുമില്ല. നല്ല കണ്ണാടിക്ക് കണ്ണെഴുതാൻ മതി. കുഴപ്പമില്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പറ്റില്ലേ? പിന്നെ ഇനി അടുത്തത് താഴെയാണ് കേട്ടോ. നീറില് മാറിയില്ലെങ്കിൽ ഫാൻ്റെ കുത്തി കണ്ണുതാ. നിങ്ങൾ കണ്ണിങ്ങനെ അമർത്തി ആദ്യം. അമർത്താതെ കണ്ണിന്റെ ഉള്ളിലേക്കാവില്ലേ? അല്ല, ആദ്യം പരന്നു പറഞ്ഞിട്ടുണ്ട് വലിച്ചാണ്. അതില് കണ്ണിന്റെ ഉള്ളിലേക്ക് എന്തോ ആയ പോലെ തോന്നി. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണ്ടേ? കണ്ണു തുറന്നിട്ട് എഴുതണ്ടേ? പിടിക്കുക, ഞാൻ പിടിക്കാം. വല്ലാത്ത കളിയാണ് നീ കളിക്കുന്നത്. തീർച്ചയായും ആകെ പണിയാവും കേട്ടോ. ഇല്ലെങ്കിലേ ഞാനൊരു 10-10 പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, കണ്ണിൽ കുത്തരുത്. അതന്നെ പറഞ്ഞു ചിരിക്കണ്ടെന്നുള്ളത്. പേടിയുണ്ട്, കണ്ണാണേ. വേറെ എന്തൊക്കെ ഗെയിം ഉണ്ട് കളിക്കാൻ? എവിടെയെങ്കിലും വരയ്ക്കണമെന്ന് പോലും അറിയണില്ലേ. നീ പേടിക്കണ്ടേ? കണ്ണാണേ. അതന്നെ പറഞ്ഞു. വേറെ എന്തൊക്കെ ഗെയിം ഉണ്ടായിരുന്നു? കോഴിയുടെ വാല് പോലെ ചെയ്ത് കണ്ണിട്ട് ഉള്ളിക്കായിട്ടോ അല്ലേ? നോക്കിയോക്കാ. ഇല്ലേ, പോയി കഴുകിട്ട് വാ. ഉള്ളിക്കായോ? അതന്നെ പറഞ്ഞു, കോഴിയുടെ വാല് പോലെ ചെയ്ത്. അല്ല, എങ്ങനെയുണ്ട്? ഉള്ളിക്കായോ? എന്തായാലും നിങ്ങള് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് പിടിക്ക്. ഇത് ഞാൻ കുറച്ചും കൂടി താഴ്ത്തിട്ടാ ചെയ്തോട്ടെ. കുറച്ചും കൂടി. ഇതാണ് പെർഫെക്റ്റ് ആയത്. നോക്കിയേക്കാ. ഇനി പൊട്ടും കൂടി കാര്യം വേഗം പരിപാടി കഴിക്കുന്നല്ലേ ഉദ്ദേശിച്ച്. പൊട്ട് ചെറിയ പൊട്ട്. അത് വച്ച വാങ്ങി തരാട്ടോ. അതിന്തൊന്ന് കഴിയട്ടെ. വട്ടപ്പൊട്ടാണോ? ഞാൻ ഇടാറുള്ള പോലെ നിങ്ങൾക്ക് എന്താ അതൊക്കെ നോക്കണായിരുന്നു. ഭാര്യനെ ശ്രദ്ധിക്കണോ? കണ്ണേട്ടനെ കണ്ണെഴുത്ത് ഇത് ഫിനിഷ് ആയോ? അതോ അത്ര നേരം ക്യാമറ തിരിഞ്ഞിട്ടായിരുന്നു. അയ്യോ ഒക്കെ പോയി. അപ്പൊ നെറ്റിയിൽ ഇവിടെ ഇടാറുന്നില്ലേ പുട്ട്? ഞാൻ ജസ്റ്റ് ഇവിടെ ഇടാറ് കേട്ടോ. ഇവിടെയാണ് ഞാൻ അതിലൊന്നും കുറ്റില്ല. ബാക്കി എന്താ പറഞ്ഞു? എന്താ അവിടെ പ്രശ്നം? ഞാൻ ഇവിടെ ഇടാറ്. നീ ഇതിലടാ, ഞാൻ കുറച്ച് കയറ്റിട്ടൊന്നല്ലേ ഉള്ളൂ. അത് പാടില്ല. നീ എപ്പോഴും ഇടണല്ലേ, കുറച്ച് വെറൈറ്റി പിടിക്കണ്ടേ? പിന്നെ ഇതിന് വാലുണ്ട്, ഇതിന് വാലില്ല തോന്നുന്നു. ഏതാ കറക്റ്റ് ആയിക്കണേ? ഒന്നും ബെറ്റർ ആയിക്കണേ. രണ്ടാമത് ഇതാണ് രണ്ടും ഇത്തിരി ഫുൾ നന്നായി ഉണ്ടെന്നല്ലാട്ടോ ഉദ്ദേശിച്ചത്. ബെറ്റർ ആയിക്കണത്. ഇതെന്തോ കണ്ണിന്റെ ഉള്ളിലേക്ക് തന്നെ ആദ്യം തേച്ചു അല്ല ആക്കി വന്നു. ആദ്യം ഇങ്ങനെ കണ്ണൊന്നുമില്ല, പിന്നെ ഇങ്ങനെ ആക്കിയിട്ടാണ് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ വിട്ടപ്പോ ഉള്ളു പോയി. എന്താ അപ്പൊ ഇതിന് ഫുള്ള് മാർക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇതും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. എന്നാലും 100-ലൊരു 40%. എന്താ ടീച്ചർ കുറച്ചുകൂടി 40% കണ്ട. പൊട്ടൊക്കെ എവിടെ ചെന്ന് കിടക്കണ്? പൊട്ടല് 100-ല് 100 മാർക്ക്. ഞാൻ വരയ്ക്കണ പോലെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെയാണ് കണ്ണട വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെയൊക്കെ എന്താ ഈ
എന്താ പറയാ കാക്ക ചിക്കി പരത്തിയിടില്ലേ അതേപോലെയൊക്കെയാണ്. നിങ്ങൾ ക്യാമറ ഇത്തിരി ചെരിഞ്ഞിരിക്കണമെന്നും വിചാരിക്കരുത്. സ്റ്റാൻഡിന് ഇത്തിരി പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് ചെരിഞ്ഞിരുന്നാൽ മതി. സ്റ്റാൻഡ് തോർത്തോണ്ട് കെട്ടിയിട്ട് ഞങ്ങൾ വെച്ചേക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ വീഡിയോ? ഇത് വരച്ചപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ എന്താ ഫീൽ ചെയ്ത്? എന്റെ ഫസ്റ്റ് അനുഭവമാണ് കേട്ടത്. കാരണം ഞാൻ ഇതുവരെ എന്റെ ചേച്ചിക്ക് പോലും ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അല്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഒരു ഇത്ര ശതമാനത്തിൽ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണേട്ടന് എന്താ തോന്നുന്നത്? ഞാൻ ചെയ്ത ഒരു ഇതില് എത്ര എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ ശതമാനം ഒന്നും പറയാറില്ല. പക്ഷെ വലിയ കുഴപ്പമില്ലാതെ ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതാ കുറച്ചുള്ളിൽ കയറിപ്പോയി അടിയിലത്തെ. ഇത് കുഴപ്പമില്ല. ഇതിന്റെ മേലത്തെയോ? അത് കുറച്ച് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആയി. ഇത് കുഴപ്പമില്ല. ഇത് ഇത്തിരി കട്ടിക്ക് വരച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നമ്മുടെ കണ്ണേരി? ഇതെങ്ങനെയുണ്ട്? അച്ഛൻ വരച്ചെന്നത് എങ്ങനെയുണ്ട്? അമ്മ പേദപോലെ ഉണ്ട് ഇപ്പൊ. കണ്ണേട്ടന് ഇത് അറിയുണ്ടോന്നും കൂടി നോക്കാൻ വേണ്ടിട്ടായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പോണു, കണ്ണേട്ടൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ണേട്ടനും നമ്മൾ പുറത്തു പോകുമ്പോ അങ്ങനെയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കലുണ്ടോ, അത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അറിയില്ല. പക്ഷെ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, ഒരു ഫൺ വീഡിയോ പോലെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സിനിമ കണ്ടപ്പോ, എന്താ സിനിമയുടെ പേര്? ആ മൂവി കണ്ട ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു കണ്ണേട്ടനെ കൊണ്ട് ഇതൊന്ന് ചെയ്യിപ്പിക്കണം എന്ന് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പഴാണ് പക്ഷെ ഞാൻ കൊറേ കണ്ണേട്ടൻ പറയും, കണ്ണേട്ടൻ എനിക്കൊരു വീഡിയോ എടുക്കാണ്ട്, കണ്ണേട്ടൻ ഒരു പണി എന്തൊരു പണിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ എന്താ ചോദിക്കുമ്പോ ഒന്നും പറയൂല. എനിക്ക് എന്റെ പൊട്ടേക്കാണ് പൊട്ടുകൾ കണ്ടില്ലേ? ഇതാണ് കേട്ടോ പൊട്ട്. ഇവിടെ ഒരു കാക്കപ്പുള്ളി ഉണ്ട്, അതല്ല, ഇതാണ് പൊട്ട്. ഇന്നൊക്കെ കാക്കപ്പുള്ളിയാണ് പൊട്ട്. എനിക്കിത് ഞാൻ അവിടെ തൊടാത്ത കാരണം എനിക്ക് അത്രയായിട്ട് തോന്നുന്നില്ല. ഞാന് ഇവിടെയാണ് തൊടാറ്. ഇന്നത്തെ വീഡിയോ എത്രയാണ് ഉണ്ടായിരുന്നുള്ളൂ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ വീഡിയോ. പിന്നെ ഭയങ്കര ഇഷ്ടമായി. എന്റെ കണ്ടല്ലേ നീറി, എന്റെ കണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര എനിക്കിട്ട് തന്ന പണിയാണ്. പക്ഷെ അത് പണി കിട്ടിയത് പൊന്നിനാണ്. കാരണം പൊന്നിന്റെ കണ്ണൊക്കെ പോയി. അത് കരച്ചിലായിരുന്നു ഇവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നീ ഇവിടെ ഉണ്ടായിരുന്നോ? ബൈ പറയും. ബൈ പറയാൻ മാത്രമേ വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനില്ലേ? ശരിയാ കമന്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്തുക, അതൊക്കെ ചെയ്യാം. ലവ് യു ഓൾ. ലവ് യു. ലവ് യു ഓൾ. ലവ് യു. അപ്പൊ ബൈ.